ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള ദുഃഖകരമായ വാർത്ത. നമ്മെപ്പോലെ ഇന്നലത്തെ ദിവസവും അദ്ദേഹം ഇതുപോലെയുള്ള ഇൽമിയുടെ മജ്‌ലിസിൽ പ്രഭാഷണം നടത്തി 4 മണിയായപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് അദ്ദേഹം തഹജ്ജുദ് നമസ്കരിച്ചു. അല്പം സുബ്ഹ് വരെ കിടക്കാമെന്ന് കരുതി റെസ്റ്റ് എടുത്തു. സുബ്ഹിന്റെ ബാങ്കുലിയിൽ മുഴങ്ങിയപ്പോൾ എഴുന്നേറ്റു, സുബ്ഹ് നമസ്കരിച്ചു. രാത്രി ഉറങ്ങാത്ത ക്ഷീണം കാരണത്താൽ ഒന്ന് റെസ്റ്റ് എടുക്കാലോ എന്ന് വിചാരിച്ച് അദ്ദേഹം കിടന്നതായിരുന്നു. പക്ഷേ റബ്ബിന്റെ അചഞ്ചലമായ വിധി ശക്തമായ നെഞ്ചുവേദനയോടെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് എത്തി. വേദന സഹിക്കാൻ പറ്റാതെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. പക്ഷേ ആ നൃത്തം അദ്ദേഹത്തിന് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. ക്ഷീണിതനായി അദ്ദേഹം തളർന്നു വീണു. ആ സ്പോട്ടിൽ തന്നെ അല്ലാഹുവിന്റെ അചഞ്ചലമായ ലോകത്തേക്ക് അദ്ദേഹം യാത്രയായി. അല്ലാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിലെ ആദ്യ രാത്രിയാണ് ഈ സമയമൊക്കെ. അല്ലാഹ് പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഖബറ് നീ വിശാലമാക്കണേ അല്ലാഹ്, സമാധാനമുള്ള ഖബറാക്കണേ അല്ലാഹ്. റബ്ബേ അദ്ദേഹം ഒരുപാട് ഇൽമിന്റെ മജ്‌ലിസിൽ റബ്ബേ ഈ ദഅവത്തിന് വേണ്ടി ഓടിയ സഹോദരനാണ്. അർഹമർ റഹീമായ റബ്ബേ, പ്രിയപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് നടത്തിയ എല്ലാ ദഅവത്തും ഖബറിലേക്ക് നീ ഈനാസാക്കി നേരം പോക്കാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.